ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മളൊരു അടിപൊളി ടേസ്റ്റുള്ള ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന അതേ രുചിയിലും അതേ പെർഫെക്ഷനോടും കൂടിയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ബീറ്റർ യൂസ് ചെയ്യാതെ വെറും 3 ചേരുവകൾ മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഐസ്ക്രീം ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് യമ്മി മലബാർ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് 1.5 കപ്പ് അളവിൽ ക്രീം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഏത് ബ്രാൻഡ് വിപ്പിംഗ് ക്രീം ആണെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഹെവി ക്രീം യൂസ് ചെയ്യാം, ഫ്രഷ് ക്രീം ആയിരുന്നാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഓൾറെഡി മധുരം ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ പൊടിച്ച് പഞ്ചസാര ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഫ്രഷ് ക്രീമാണ് ചേർക്കുന്നതെങ്കിൽ നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടുള്ള പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കൊരു വിസ്ക് യൂസ് ചെയ്തിട്ട് ഇതേപോലെ അങ്ങ് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നല്ല തണുപ്പുള്ള ക്രീം ആയിരിക്കണം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കേണ്ടത്, അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിഫ് പീക്സ് ആയിട്ട് കിട്ടുകയുള്ളൂ. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ബീറ്റർ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ബീറ്റർ യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നന്നായിട്ട് സ്റ്റിഫ് പീക്സ് ആവണമെന്നൊന്നുമില്ല. ഒരു 2-3 മിനിറ്റ് ഹൈ സ്പീഡിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇലക്ട്രിക് ബീറ്റർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ക്രീം ഒന്ന് തിക്കായി വന്നാൽ മതി. നമുക്ക് കേക്ക് ഐസിങ് ചെയ്യുന്ന പോലെ സ്റ്റിഫ് പീക്സ് ആയിട്ട് വരണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മുടെ ക്രീം കണ്ടില്ലേ, തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തിയാൽ നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഐസ്ക്രീമിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചക്ക എടുക്കാം. ഏകദേശം ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലുള്ള കുരു എല്ലാം മാറ്റിയതിന് ശേഷം 1/2 കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ നല്ല നമുക്ക് കിട്ടുന്ന നല്ല വഴുവഴുപ്പുള്ളൊരു ടൈപ്പ് ചക്കയില്ലേ, അതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇഷ്ടമുള്ള ടൈപ്പ് യൂസ് ചെയ്യാം നിങ്ങൾക്ക്. എനിക്കിപ്പോൾ ഇത് കിട്ടിയത് കൊണ്ടാണ് ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഏത് ചക്കയായിരുന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ ഈ ചക്കയ്ക്ക് ഞങ്ങളുടെ നാട്ടിൽ പഴഞ്ചക്ക എന്നാണ് പറയുക. അപ്പോൾ നിങ്ങളവിടെ എന്താണ് ഈ ഒരു വഴുവഴുപ്പുള്ള ടൈപ്പ് ചക്കയ്ക്ക് പറയുക എന്ന് നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചക്കയെല്ലാം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഏകദേശം ഒരു 1/4 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കണം. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്താലാണ് നമ്മുടെ ഐസ്ക്രീമിന് ഒരു പ്രത്യേക ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. ഇനി നിങ്ങൾക്ക് ഒട്ടും തന്നെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ സ്കിപ്പ് ചെയ്യാനായിട്ട് പാടുള്ളൂ. പക്ഷേ ഈ കണ്ടൻസ്ഡ് മിൽക്കിന് പകരം നിങ്ങൾ ഇതിലേക്ക് പഞ്ചസാര ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്ക് അമൂലിൻ്റെ മിഠായി മേറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മിൽക്ക് മെയ്ഡ് ആയിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതില്ലാത്തവരാണെങ്കിൽ പഞ്ചസാര ചേർക്കുക. പഞ്ചസാരയുടെ കൂടെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് നല്ല ഫൈനായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. അപ്പോൾ അതേ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഐസ്ക്രീം ചെയ്തെടുക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചിട്ടുള്ള ക്രീം പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ നമ്മുടെ ചക്കൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതേപോലുള്ള വിസ്ക് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം മിക്സിയിലിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ആദ്യം ഒന്ന് ക്രീം ബ്ലെൻഡ് ചെയ്തെടുക്കുക. പിന്നീട് വേറെ മിക്സിയുടെ ജാറിൽ നമ്മുടെ ചക്കൻ്റെ പേസ്റ്റ് റെഡിയാക്കി എടുത്തതിന് ശേഷം എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചക്കയും അതുപോലെ തന്നെ ക്രീമും ഒന്ന് മിക്സായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. അപ്പം മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്തെടുക്കുമ്പോൾ അതാണ് ഒരു ബെനിഫിറ്റ്. അപ്പോൾ നമുക്ക് അധികം മധുരം വേണ്ടെങ്കിൽ അധികം മധുരമില്ലാത്ത ഐസ്ക്രീം കഴിക്കാം. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. ചക്കേൻ്റെ ഫ്ലേവർ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഫ്ലേവർ തന്നെയായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം. വളരെ സ്മൂത്ത് ആയിട്ടുള്ള അടിപൊളി കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 2-3 ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കാണാനുള്ളൊരു ഭംഗിക്കായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്, ഫോട്ടോ എടുക്കാനുള്ളൊരു ഭംഗിക്കായിട്ട്. വീട്ടിൽ ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇനി നമുക്കിതൊരു കണ്ടെയ്നറിലോട്ട് മാറ്റാം. എന്നിട്ട് നമുക്ക് മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം.
അപ്പോൾ ഇത് 8 മണിക്കൂറിന് ശേഷം നമ്മുടെ ഐസ്ക്രീം ഇവിടെ പുറത്തെടുത്തതിന് ശേഷം ഞാൻ ഇതേപോലെ ബൗളിലൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണിത്. അപ്പം മെരിബോയിൻ്റെ ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീം ഇല്ലേ, അത് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. പിന്നെ നമ്മൾ വീട്ടിൽ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടി നമുക്ക് കിട്ടും, പ്രത്യേക സാറ്റിസ്ഫാക്ഷനും കൂടി നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്